മത്സ്യങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ കുളത്തിൽ 3 സുഹൃത്തുക്കളായി മത്സ്യങ്ങൾ താമസിച്ചിരുന്നു. അവർ അടുത്ത സുഹൃത്തുക്കളാണ്, എങ്കിലും അവരുടെ സ്വഭാവം തികച്ചും വ്യത്യസ്തമായിരുന്നു. ഒന്നാമത്തെ മത്സ്യം വളരെ ബുദ്ധിമാനാണ്. അവൻ എന്ത് കാര്യവും ചെയ്യുന്നതിന് മുമ്പ് വളരെയധികം ആലോചിക്കും. അവന് ബുദ്ധിമുട്ടുകളുടെ അകപ്പെടാൻ താല്പര്യമില്ലായിരുന്നു. രണ്ടാമത്തെ മത്സ്യം വളരെ സൂത്രശാലിയാണ്. അവൾ എന്ത് കാര്യവും സൂത്രത്തിലും വേഗത്തിലും ചെയ്യും. അവൾ ഏത് കഷ്ടവും സൂത്രത്തിൽ തട്ടം ചെയ്യും. മൂന്നാമത്തെ മത്സ്യം ഭാഗ്യശാലിയാണ്. അവൻ ഭാഗ്യത്തിൽ മാത്രം വിശ്വസിച്ചിരുന്നു. അവന്റെ വിശ്വാസം എന്തൊക്കെ സംഭവിക്കുന്നു അതെല്ലാം വിധിയാണ് എന്ന്. ഒരു ദിവസം സൂര്യാസ്തമയത്തിന് ശേഷം ഇരുട്ട് പരങ്ങി തുടങ്ങിയ സമയത്ത് ഒന്നാമത്തെ മത്സ്യം 2 മുക്കുവന്മാരെ കണ്ണിൽ പെട്ടു. ഒന്നാമത്തെ മുക്കുവൻ മത്സ്യത്തെ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു, എടാ നോക്കടാ, എന്തോരം മീനാണ് ഇവിടെ. ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ടാവുന്നേ. അപ്പൊ നമുക്ക് നാളെ ഇവിടെ തന്നെ ഒന്നങ്ങ് വലയിടാല്ലേ. എടാ ബാബു, നീ എന്താണോ ഒന്നും മിണ്ടാതെ, നമുക്ക് വേറെ ഒന്നും ചിന്തിക്കണ്ടെന്നേ. ഇത് രണ്ടാമത്തെ മുക്കൻ സമ്മതിച്ചു. അതിനുശേഷം അവർ സന്തോഷത്തോടെ അവിടുന്ന് പോയി. ഇതെല്ലാം കേട്ട ഒന്നാമത്തെ മത്സ്യം വേഗത്തിൽ തന്നെ സുഹൃത്തുക്കളെ എടുത്തുപോയി. അവൻ മുക്കുവന്മാരെ സംഭാഷയെക്കുറിച്ച് അവരോട് പറഞ്ഞു. നിരാശയോടെ അവർ പരസ്പരം ചോദിച്ചു, ഇനി നമ്മൾ എന്ത് ചെയ്യും? അവർ ആലോചിക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം ഒന്നാമത്തെ മത്സ്യം പറഞ്ഞു, നമുക്ക് ഈ തടാകം വിട്ടു പോവാം. ഇവിടെ നദിയിലൂടെ നദിക്കരയുള്ള വേറെ വല്ല തടാകത്തിലേക്ക് പോവാം. അവിടെ നമ്മൾ സുരക്ഷിതരായിരിക്കും. ഇവിടെ നിൽക്കുന്നത് നമുക്ക് ആപത്താണ്. ഇത് കേട്ട സൂത്രശാലിയായ മത്സ്യം പറഞ്ഞു, നമ്മളെന്തിനാ ഇവിടം വിട്ടു പോകുന്നത്? നമുക്ക് ചുക്കന്മാർ വരുന്നവരെ കാത്തിരിക്കാം. എനിക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ വഴി അറിയാം. പിന്നെ എന്തിനാ നമ്മൾ ഇവിടെ ഓടി പോകുന്നത്? ഭാഗ്യശാലിയായ മത്സ്യം സാവധാനത്തിൽ പറഞ്ഞു, ഞാൻ എന്റെ ജീവിതം മുഴുവൻ ഈ തടാകത്തിൽ തന്നെ ജീവിക്കും. ഞാനിങ്ങനെയായിരിക്കും എന്റെ വീട് വിട്ടുപോകും. ഈ തടാകത്തിൽ തന്നെ ഞാൻ ജീവിക്കും. സംഭവിക്കാൻ പോകുന്നു നമ്മൾ കൂടി തടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ പൊക്കിയോ, ഞാൻ ഒരിക്കലും വരില്ല. അപ്പോഴേക്ക് ബുദ്ധിമാനായ മത്സ്യം തന്നെ സുഹൃത്തുക്കളെ വിട്ട് വേറെ തടാകം തേടിപ്പോയി. പിറ്റേ ദിവസം രാവിലെ മുക്കുവന്മാർ മീൻ പിടിക്കാൻ വന്നു. അവർ അവരെ വല നദിയിലേക്ക് വീശി. കുറച്ച് സമയത്തിന് ശേഷം അവർ പ്രയാസപ്പെട്ട് ആ വല വലിച്ചു കെട്ടി. അതിൽ 2 കൂട്ടുകാരടക്കം എല്ലാ മത്സ്യങ്ങളും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സൂത്രശാലിയായ മത്സ്യം രക്ഷപ്പെടാവുന്ന വരി ആലോചിച്ചു. അത് ചത്ത പോലെ വലയിൽ കിടന്നു. അപ്പോൾ മുക്കൻ എന്നെ കണ്ടു. അയാളെ പറഞ്ഞു, ഈ ചത്തനും നമുക്ക് എന്താ ഇടം കളഞ്ഞേക്ക് എന്നും പറഞ്ഞ അയാൾ അന്നെ എടുത്ത് കുളത്തിലേക്ക് ഇറങ്ങി. അത് സന്തോഷത്തോടെ പറഞ്ഞു, എന്റെ സൂത്രം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഭാഗ്യശാലിയായ മത്സ്യം തന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി വലയിൽ നിന്ന് പുറത്തിറങ്ങാൻ മുകളിലേക്കും തായ്ക്കും ചാടിക്കൊണ്ടേയിരുന്നു. മത്സ്യത്തിന്റെ പരാക്കം കണ്ട മുക്കന്മാർക്ക് വളരെയധികം ദേഷ്യമായി. ഈ മത്സ്യം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു പറഞ്ഞ് അയാൾ അന്നെ വലയിൽ നിന്ന് പുറത്തെടുത്തു. എന്നിട്ട് വേഗം തന്നെ കൊന്നു. ഈ കഥയിൽ നമുക്ക് കിട്ടുന്ന ഗുണപാഠം നമ്മൾ ഭാഗ്യത്തിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കരുത് എന്നാണ്.